നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് HTML ഇമേജസിൽ ഇമേജ് മാപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. സോ ഇമേജ് മാപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ഇമേജിൽ തന്നെ നമുക്ക് ഒന്നിൽ കൂടുതൽ ക്ലിക്കബിൾ ഏരിയാസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഉദാഹരണമായി ഞാനിവിടെ ഈ സോഷ്യൽ എന്ന് പറയുന്ന ഒരു പിക്ചർ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. സോ ഇതിൽ നമുക്ക് ഗൂഗിൾ, ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം ഈ 4 സോഷ്യൽ മീഡിയ സൈറ്റുകളുടെ ഒരു ലോഗോ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആക്ച്വലി യഥാർത്ഥത്തിൽ ഇത് ഒരു പിക്ചറാണ്. സോ നമ്മൾ ഇതിൽ ഓരോ ലോഗോയുടെ അടുത്ത് പോയി ക്ലിക്ക് ചെയ്യുമ്പോഴും നമുക്ക് ആ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. സോ ഇത് ഒരൊറ്റ പിക്ചറിൽ തന്നെയാണ് നമ്മൾ ഈ 4 വ്യത്യസ്ത ലിങ്കുകൾ കൊടുക്കുന്നത്. സോ ഇങ്ങനെ കൊടുക്കുന്നതിനാണ് നമ്മൾ ഇമേജ് മാപ്പ് എന്ന് പറയുന്നത്. സോ ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ നമുക്ക് ആദ്യമായി ഈ സോഷ്യൽ എന്ന് പറയുന്ന ഇമേജ് നമുക്ക് ആഡ് ചെയ്യാം. സോ ഇമേജ് SRC ഫോട്ടോസിൽ സോഷ്യൽ എന്ന് പറയുന്ന ഇമേജ് നമ്മൾ ആഡ് ചെയ്യുന്നു. ശേഷം ആൾട്ട് നമ്മൾ സോഷ്യൽ സൈറ്റ്സ് എന്ന് കൊടുക്കുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പിക്ചർ ഇവിടെ നമ്മുടെ വെബ് പേജിൽ ലഭ്യമാവുന്നതായിരിക്കും. പിന്നെ അതിനുശേഷം നമ്മൾ ഈ ഇമേജ് മാപ്പ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് യൂസ് മാപ്പ് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ഉപയോഗിക്കേണ്ടതുണ്ട്. സോ യൂസ് മാപ്പ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഉപയോഗിക്കുന്നു. അതിന് നമ്മൾ നമ്മുടെ ഇമേജ് മാപ്പിന് ഒരു പേര് കൊടുക്കുന്നു. നമ്മൾ ഹാഷ്ടാഗ് ഉപയോഗിച്ചാണ് പേര് കൊടുക്കേണ്ടത്. സോ ഞാനിവിടെ സോഷ്യൽ എന്ന് പറയുന്ന ഒരു പേര് കൊടുക്കുന്നു. സോ ഇപ്പോൾ നമ്മൾ നമ്മുടെ ഒരു ഇമേജ് ആഡ് ചെയ്ത് കഴിഞ്ഞു. സോ അതിന് യൂസ് മാപ്പ് എന്ന ആട്രിബ്യൂട്ട് ഉപയോഗിച്ച് സോഷ്യൽ എന്ന് പറയുന്ന ഒരു നെയിം നമ്മൾ അസൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ മാപ്പ് എലമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. സോ ഞാനിവിടെ മാപ്പ്. സോ നമ്മൾ ഇനി ഈ ഓരോ പിക്ചറിൽ ഓരോ ഭാഗങ്ങളെയും നമ്മൾ ക്ലിക്കബിൾ ആയിട്ടുള്ള ഏരിയ ആക്കി മാറ്റാൻ പോവുകയാണ്. മാപ്പ് എന്ന എലമെൻറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഏതൊരു പിക്ചറിലാണോ നമ്മൾ മാപ്പ് യൂസ് ചെയ്യുന്നത്. സോ നമ്മളിവിടെ യൂസ് മാപ്പ് എന്ന് പറയുന്നത് സോഷ്യൽ എന്ന് പറയുന്നൊരു പേര് കൊടുത്തിരുന്നു. സോ ഞാനിവിടെ മാപ്പ് നെയിം ഈക്വൽ ടു സോഷ്യൽ എന്ന് കൊടുക്കുന്നു. നമ്മൾ മുകളിൽ കൊടുത്ത ആ പേര് തന്നെ കൊടുക്കുന്നു. സോ ഇപ്പോൾ ഈ ഒരു പിക്ചറും ഈ ഒരു മാപ്പുമായി നമ്മളൊരു റിലേഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. സോ ഇനി നമ്മൾ ഇതിന് ഉള്ളിലാണ് നമ്മൾ ഏതൊക്കെ ഭാഗങ്ങളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ വെബ്സൈറ്റിലോട്ട് പോകണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. സോ നമുക്ക് ആദ്യമായി അതിനു മുമ്പ് നമുക്കിതൊന്ന് ഈ ഒരു ഫോൾഡർ നമ്മുടെ പ്രൊജക്റ്റ് ഫോൾഡർ ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ ഈ ഒരു പിക്ചർ നമുക്ക് പെയിൻറ്റിൽ ഓപ്പൺ ചെയ്യാം. പെയിൻറ്റിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കോർഡിനേറ്റ്സ് പെട്ടെന്ന് മനസ്സിലാവും. സോ ഇത് 200x200 പിക്സൽ ഉള്ള ഒരു പിക്ചറാണ്. സോ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും ഇതിൻ്റെ സൈസ്. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് 000 ആയിരിക്കും. നമ്മൾ താഴെ ഈ ഭാഗത്ത് കണ്ടു കഴിഞ്ഞാൽ താഴെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും 00 എന്ന് പറയുന്നത് ഈ ഒരു കോർണർ ആയിരിക്കും. അതുപോലെ 200 എന്ന് പറയുന്നത് ഈ എൻഡ് ആയിരിക്കും. സോ നമുക്ക് ആദ്യമായി ഗൂഗിൾ എന്ന് പറയുന്ന ഈ ഒരു പിക്ചറിൻ്റെ ഭാഗം ഇത്രയും ഭാഗമുണ്ടായിരിക്കും. ഈ 00 മുതൽ 100 വരെയുള്ള ഭാഗം, അതായത് ഈ ഒരു ഭാഗം 100 ആയിരിക്കും. ഈ ഒരു ഭാഗം 200 ആയിരിക്കും. സോ ഈ ഗൂഗിൾ അപ്പോൾ ഉണ്ടായിരിക്കുക 00 മുതൽ 200 വരെയുള്ള കോർഡിനേറ്റ്സിനുള്ളിലായിരിക്കും ഗൂഗിൾ ഉണ്ടായിരിക്കുക. സോ നമ്മൾ ഈ കോർഡിനേറ്റ്സ് ആണ് മാപ്പ് ചെയ്യുന്ന സമയത്ത് കൊടുക്കേണ്ടത്. സോ നമുക്ക് ആദ്യമായി ഏരിയ ഏത് തരത്തിലുള്ള ഏരിയ ആണെന്ന് ചോദിക്കും. സോ ആദ്യമായി നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ട ഏരിയ കൊടുക്കാം. സോ ഏരിയ നമുക്ക് ഒരു റെക്റ്റാങ്കിൾ ഏരിയ ആണ്. സോ ഷേപ്പ് റെക്റ്റാങ്കിൾ റെക്റ്റ് എന്ന് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ കൊടുക്കുന്ന ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് കോർഡിനേറ്റ്സ് ആണ്. കോഡ്സ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 0,0 എന്ന് പറയുന്നത് ഈ ഒരു പോയിൻ്റ്, 100 എന്ന് പറയുന്നത് ഈ ഒരു പോയിൻ്റ്. അപ്പോൾ നമുക്ക് ഈ ഗൂഗിൾ എന്ന് പറയുന്നത് ഇതുപോലെ ഒരു റെക്റ്റാങ്കുലർ ഭാഗത്ത് ഒരു ബോക്സിലായിട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ആ ബോക്സിൽ എവിടെയും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ വെബ്സൈറ്റിലോട്ട് പോകണം. ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. സോ 00 അതുപോലെ 100 എന്ന് കൊടുക്കുന്നു. സോ നമ്മളിപ്പോൾ ഷേപ്പ് റെക്റ്റാങ്കിൾ കൊടുത്തു, അതിൻ്റെ കോർഡിനേറ്റ്സ് കൊടുത്തു കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ അത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഏത് പേജിലോട്ടാണ് പോകേണ്ടത്. സോ നമ്മളിവിടെ href ആട്രിബ്യൂട്ട് കൊടുക്കുന്നു. സോ അതിനുശേഷം ഞാൻ ഗൂഗിളിൻ്റെ അഡ്രസ്സ് കോപ്പി ചെയ്ത ശേഷം ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഇവിടെ പേസ്റ്റ് ചെയ്ത് ഞാൻ ഈ ഏരിയ എന്ന് പറയുന്ന ഈ എലമെൻറ്റ് ക്ലോസ് ചെയ്യുന്നു. സോ നമുക്ക് ഇനി സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ എന്ന് പറയുന്ന ഭാഗത്ത് വരുമ്പോൾ നമുക്ക് വരുന്നില്ല. സോ നമുക്ക് ഇവിടെ നമ്മൾ 00 എന്ന് കൊടുക്കേണ്ടതുണ്ട്. വീണ്ടും സേവ് ചെയ്യുന്നു. സോ ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ഈ മൗസ് ഞാൻ മൂവ് ചെയ്ത് ഗൂഗിൾ എന്ന് പറയുന്ന ബോക്സിന് അവിടെ വരുമ്പോൾ നമുക്ക് ഒരു ലിങ്കിനുള്ള ആ ഒരു ഹാൻഡ് ഐക്കൺ നമുക്ക് വരുന്നു, ഒരു കൈയിൻ്റെ ഒരു ചിഹ്നം വരുന്നു. സോ ബാക്കിയുള്ള ഭാഗത്തൊന്നും നമുക്കില്ല. ഈ ഒരു ബോക്സിലോട്ട് വരുമ്പോൾ മാത്രം നമുക്ക് ആ ഒരു ഐക്കൺ വരുന്നു. സോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് google.com എന്ന് പറയുന്ന വെബ്സൈറ്റ് ഓപ്പൺ ആവുന്നു. സോ ഇതുപോലെ നമുക്ക് മറ്റു പിക്ചേഴ്സിന് നമുക്ക് കൊടുക്കാം. ഞാനിവിടെ ഗൂഗിളിൻ്റെ അത് കോപ്പി ചെയ്യുന്നു.
ശേഷം ഏരിയ റെക്റ്റാങ്കിൾ. സോ നമ്മൾ അടുത്തത് ഫേസ്ബുക്കിൻ്റെതാണ് ചെയ്യുന്നത്. ഫേസ്ബുക്കിൻ്റെ അതപ്പോൾ വരുന്നത് 100 0 അതുപോലെ 200 100 എന്നായിരിക്കും. സോ നമുക്ക് കൊടുത്ത് നോക്കാം 100 0 200 100. അതിനുശേഷം നമുക്ക് ഫേസ്ബുക്കിൻ്റെ അഡ്രസ്സ് കോപ്പി ചെയ്യാം. അതിനുശേഷം ഞാനിവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, സേവ് ചെയ്യുന്നു. ശേഷം നമുക്ക് ഫേസ്ബുക്കിന് മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം നമുക്ക് ഫേസ്ബുക്ക് എന്ന് പറയുന്ന ആ ഒരു വെബ് പേജ് ഓപ്പൺ ആവുന്നു. സോ അതുപോലെ നമുക്ക് ട്വിറ്ററിനും ഇതുപോലെ കൊടുക്കാൻ സാധിക്കുന്നതാണ്. സോ ഞാൻ ട്വിറ്ററിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെതും കൊടുക്കുന്നു. ഞാൻ കോപ്പി ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുന്നു, അതുപോലെ അടുത്തും പേസ്റ്റ് ചെയ്യുന്നു. സോ നമുക്ക് ട്വിറ്ററിൻ്റെത് നോക്കാം. ട്വിറ്ററിൻ്റെ നമുക്ക് 0 100 അതിനുശേഷം 100 200 കോർഡിനേറ്റ്സ് 0 100 0 100 100 200 twitter.com എന്ന് നമുക്ക് എഴുതി കൊടുക്കാം. twitter.com. അതുപോലെ ഇൻസ്റ്റാഗ്രാമിൻ്റെ നമുക്ക് 100 100 200 200 ആയിരിക്കും വരുന്നത്. സോ 100 100 200 200 instagram.com. സോ നമുക്ക് സേവ് ചെയ്ത് നമുക്ക് നമ്മുടെ പേജിൽ പോയി നോക്കാം. സോ നമ്മൾ 4 ഇമേജിൽ നമുക്ക് നമ്മുടെ മൗസ് ഓവർ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ലിങ്ക് കാണാൻ കഴിയും. സോ 4 പേജിൽ നോക്കിയാൽ നമുക്ക് ലിങ്ക് കാണാൻ കഴിയും. സോ നമുക്ക് ആദ്യമായി ഗൂഗിൾ നമ്മൾ ഓൾറെഡി ചെക്ക് ചെയ്തു, ഫേസ്ബുക്കും ചെക്ക് ചെയ്തു. സോ നമുക്ക് അടുത്തതായി ട്വിറ്റർ ചെക്ക് ചെയ്ത് നോക്കാം. സോ ട്വിറ്ററിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം നമുക്ക് ട്വിറ്റർ എന്ന് പറയുന്ന ആ ഒരു വെബ് പേജ് ഓപ്പണായി വരുന്നു. അതുപോലെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ക്ലിക്ക് ചെയ്ത് നോക്കാം. സോ ഇൻസ്റ്റാഗ്രാമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ ഇൻസ്റ്റാഗ്രാം ഓപ്പണായി വരുന്നു. അതുപോലെ ഗൂഗിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഗൂഗിൾ ഓപ്പണായി വരുന്നു. അതുപോലെ ഫേസ്ബുക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഫേസ്ബുക്ക് ഓപ്പണായി വരുന്നു. സോ ഇത്തരത്തിൽ ഒരു ഇമേജിൽ തന്നെ നമുക്ക് ഒന്നിൽ കൂടുതൽ ക്ലിക്കബിൾ ഏരിയാസ് കൊടുക്കാൻ സാധിക്കുന്നതാണ്. സോ ഈ ഒരു ഓപ്ഷനെയാണ് നമ്മൾ ഇമേജ് മാപ്പ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഇത്തരത്തിൽ അത് കൊടുക്കാൻ സാധിക്കുന്നതാണ്.